അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലി അറുക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ നിസ്കാരത്തിന്റെ കൂടെയാണ് അള്ളാഹു ബലികർമ്മത്തെ ചേർത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് കൂടിയുള്ള കൽപ്പനയാണ്. അപ്പൊ കഴിയുന്ന ആരും ഉദഹിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ഉദഹിയത്ത് അറുക്കാൻ കഴിയുമെങ്കിൽ അയാൾ ആ ബലികർമ്മത്തിൽ പങ്കാളിയാവുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് അറുക്കാനുള്ള കഴിവുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്, എന്നാൽ അയാൾ ഉദഹിയത്ത് അറുത്തിട്ടില്ല, ഫലാ യഖറബന്ന മുസല്ലാന, ഓ ഞങ്ങളുടെ മുസല്ലയിലേക്ക് വരണ്ടെന്നാണ്. ഈദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അത്ര കർക്കശമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ പിശുക്കിനുള്ള ഒരു താക്കീതാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. കഴിവുണ്ടായിട്ടും മറക്കാത്ത ഒരാൾ പെരുന്നാൾ നിസ്കരിക്കാൻ ഞങ്ങളുടെ മുസല്ലയിലേക്ക് വരേണ്ട എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഉദഹിയത്ത് എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതിയാണോ? എന്താണ് ഉദഹിയത്തിന്റെ വിധി? അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ഒരു അഭിപ്രായത്തിൽ ഉദഹിയത്ത് കർമ്മം നിർബന്ധമാണ്. അറുത്തിട്ടില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും ഒരാൾ അറുത്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഉദഹിയത്ത് കർമ്മം എന്നത് സുന്നത്തുൻ മുവക്കദയാണ്, ശക്തവും പ്രബലവുമായ സുന്നത്താണ്. അപ്പൊ ശക്തവും പ്രബലവുമായ സുന്നത്ത് പറയുമ്പോൾ ഒരാൾ അറുത്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാവുകയില്ല, അയാൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹനാവുകയില്ല. എന്നാലും കഴിയുമെങ്കിൽ നമ്മൾ അറുക്കാതിരിക്കാൻ പാടില്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല.